നമസ്കാരം. ഇന്നിങ്ങനെ നടക്കാൻ വന്നത് അവിടെ റൗണ്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ എന്നിരുന്നാലും അതിലൊരു ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു എക്സ്ക്യൂസ് അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ കഥ പറയാൻ പോവാ. അതായത് ഒരു ലേഡി അന്ന് പണ്ട് ആക്സിഡൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് വന്നു. അവരാണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു വീട്ടിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് ഒരു 10 മീറ്റർ ദൂരം കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടവഴിയാണ്. ആ ഇടവഴി കൂടെ പോയിട്ട് വേണം അവരുടെ ക്ഷേത്രത്തിൽ എത്താനായിട്ട്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോയതാ. ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഇത്ര ദൂരല്ലേ ഉള്ളൂ മെയിൻ റോഡിൽ, പിന്നെ ഒക്കെ ചെറിയ റോഡല്ലേ. കറക്റ്റ് ആ 10 മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു കാറ് വന്ന് അവരെ ഇടിച്ച് അവർ ബാഡായിട്ടാണ് ഞാൻ കാണുന്നുണ്ടായത്. അപ്പോൾ അത് പേഷ്യൻ്റ് രക്ഷപ്പെട്ടു. ആക്ച്വലി സർജറി ചെയ്ത് തലയൊട്ടി എടുത്ത് മാറ്റി പേഷ്യൻ്റ് രക്ഷപ്പെട്ടു. ഇതിന് ശേഷം ആരെങ്കിലും ഈ ചെറിയ ദൂരത്തിന് ഹെൽമെറ്റ് ഇടാണ്ട് പോകുന്ന കണ്ടാൽ എൻ്റെ ഉള്ളിലെ ന്യൂറോ സർജൻ അമ്മാവൻ ഉണരും. ഇത് പറയും, അത് വെച്ചിട്ട് പോകണ്ട എന്ന് പറയും. എൻ്റെ വാപ്പ പോലും ഇത് പറഞ്ഞാൽ കേൾക്കാറില്ല. ചെറിയ ദൂരത്തിലാണെങ്കിൽ ഒരു മണിക്കൂർ, ഒരു ഒറ്റ കിലോമീറ്ററിൻ്റെ സാധനമൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കൂല. ഈ കഥ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായതും ചെറിയൊരു നമ്മൾ ആ ഒരു കുഞ്ഞു ദൂരത്തിൽ സംഭവിച്ച ഒരു കഥയുടെ കാര്യം പറഞ്ഞു കൊടുക്കും. പിന്നെ ഇമ്പോർട്ടൻസ് അതാണ്. നമ്മൾ ആ കൂടെ ഈ നടന്നിങ്ങനെ പോകുമ്പോൾ വളരെ കുഴപ്പമില്ലാതെ നമ്മുടെ ലൈഫ് എല്ലാം ചുറ്റുള്ളത് വളരെ ഓക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്കത് റിയലൈസ് ചെയ്യൂല. ഇത് ഒന്ന് കയ്യിൽ നിന്ന് പോകുമ്പോഴാണ്, ഇതുപോലൊരു ആക്സിഡൻറ്റും മറ്റൊക്കെ വന്ന് തലയ്ക്കോ സ്പൈനിനോ ഒരു ഇഞ്ചറി വരുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ റിയലൈസ് ചെയ്യുക. ഇന്നൊരു തോട്ട് വന്നപ്പോൾ അത് പറഞ്ഞത് മാത്രം. ബൈ.